ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തിളപ്പിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതേ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടിയൊക്കെ വെച്ച് ഇതേ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഉള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതായത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ആ പച്ചമണമൊക്കെ പയ്യെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 തക്കാളിയാണ് കേട്ടോ ഞാൻ അടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കണം നല്ലതാണ്. അപ്പോൾ വേഗം വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ നന്നായിട്ട് ഇങ്ങനെയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വേഗമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഇതേ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഞാൻ ആദ്യം ഇട്ടത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ചൊക്കെ കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ നന്നായിട്ടത് മിക്സ് ചെയ്ത് നിന്നിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി വീണ്ടും ഇട്ടു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കണേ കേട്ടോ. ഒരു മൊന്ത വെള്ളമുണ്ട് ഞാൻ എടുത്തത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ഇതാക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്ത് യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് ഇത്തിരി വെള്ളം കൂടി വേണം. ചാറപ്പം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടു അതിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമായത് കാരണം കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് ഉപ്പാണല്ലോ നമ്മൾ ഇട്ടത്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് അതിലോട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നങ്ക് തിളപ്പിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ മീനിനായിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോന്നാക്കി ഞാൻ പയ്യെ ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാ മീനും പയ്യെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതായത് മീനിലെല്ലാം പിടിക്കണമല്ലോ അതിൻ്റെ ചേരുവയൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം ചൊറുക്ക മറക്കണ്ട കേട്ടോ. അപ്പോൾ ചൊറുക്കയാണ് ഈ മീൻ കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റിൻ്റെ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടാണ്. അപ്പോഴത്തേക്കും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതായി കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയും കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാനിത് ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആ എടുത്ത സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കറക്കിയിട്ടൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പയ്യെ മിക്സ് ചെയ്തെന്ന് വെച്ചാൽ മീൻ ഉടയാണ്ട് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് എല്ലാ ഇതിലും ആവണ പരുവത്തിലാക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് മീനങ്ങോട്ട് സെറ്റാണ്. മീനൊക്കെ നന്നായിട്ട് വേവണമല്ലോ, ഉടയാണ്ടൊക്കെ നോക്കണമല്ലോ മീൻ. അപ്പോൾ നങ്ക് തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ബൈ.